നമ്മളിനി അതിഥി വിശേഷത്തിലേക്ക് പോവുകയാണ്. ബോഡി ബിൽഡിംഗ് രംഗത്തെ തിളങ്ങുന്ന താരമാണ് ഷാരിക CS. ബോഡി ബിൽഡിംഗ് മത്സരങ്ങളിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ താരമാണ് ഷാരിക. തൃശൂർ പേരാമംഗലം സ്വദേശിയാണ് ഷാരിക. ഇന്ന് ന്യൂസ് 3യിൽ അതിഥിയായി എത്തുന്നത് ഷാരികയാണ്. ഭർത്താവ് യദുകൃഷ്ണനും ഒപ്പമുണ്ട്. കൂടാതെ പരിശീലകൻ റിക്സനും നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. എന്തായാലും ആദ്യം നമുക്ക് ഈ പരിശീലകൻ തന്നെയാണ് ഷാരികയെ ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ചതിന് ഏറ്റവും വലിയ കാരണക്കാരെന്ന് പറയാം. റിക്സണിലേക്ക് പോകാം ആദ്യം. ഹായ് റിക്സൺ, വലിയ സന്തോഷത്തോടെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു രണ്ടുപേരെയും. ജിമ്മിൽ നിന്ന് തന്നെ ചേരുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ റിക്സൺ എങ്ങനെയാണ് നേരത്തെ റിക്സൺ പറഞ്ഞത് കേട്ടിരുന്നു, ഈ പെൺകുട്ടികൾ വരാൻ മടിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പേര് വരാത്തൊരു രംഗത്തേക്കാണ് ഷാരിക വന്നത്. ആദ്യം വന്നിട്ട് പറഞ്ഞപ്പോൾ റിക്സണും തോന്നിയിരുന്നു ഇത്തരത്തിൽ നന്നായി വർക്കൗട്ട് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ ഈ ലെവലിലേക്കൊക്കെ എത്തിക്കാൻ കഴിയുമെന്ന് ആദ്യം തന്നെ തോന്നിയിരുന്നോ? നമ്മൾ ഓൾറെഡി ലേഡീസിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാറുണ്ട്, പക്ഷെ ബോഡി ബിൽഡിംഗ് രംഗത്തേക്ക് ഞാൻ ലേഡീസ് അങ്ങനെ കടന്നു വരവ് കുറവാ. പക്ഷെ ഷാരികയുടെ കൂടുതൽ ആളെ ഹസ്ബൻഡും അവളും കൂടി ഒരുമിച്ചാണ് ജിമ്മിൽ ജോയിൻ ചെയ്യാൻ വന്നത്. പിന്നെ അത്രയധികം കോൺഫിഡൻസിൽ അവർ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. ആള് ഓക്കെ ആണെന്ന് നമ്മൾ ചെയ്യാൻ പ്ലാൻ. പക്ഷെ ആൾക്ക് ഓൾറെഡി കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഓൾറെഡി ആൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, മുട്ടിന് വേണ്ടായിരുന്നു. പിന്നെ ആളുടെ സൗണ്ട് ഇത്തിരി ഇഷ്യൂസ് ഉണ്ട്. ആൾക്ക് തൊണ്ടവേന അങ്ങനെ ഇടക്കിടക്കെ ഓരോ ശ്വാസം മുട്ട് അങ്ങനത്തെ ഓരോ പ്രോബ്ലം ഉണ്ടാവാറില്ല. അതൊക്കെ ഉള്ള എനിക്ക് വെച്ചിട്ട് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ മാസം കഴിഞ്ഞതിന് ശേഷം പിന്നെ ആള് പിന്നെ ഫുൾ ഓണായി വർക്കൗട്ടിലായാലും എന്തിനായാലും നല്ല രീതിയിൽ പെർഫോമൻസ് ഒക്കെ ചെയ്തപ്പോഴാണ് നമുക്ക് ഒരു കോൺഫിഡൻസ് വന്നത്. ആളെന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ പറ്റുന്നുള്ളൊരു ഉറപ്പ് നമുക്ക് കിട്ടിയത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ആളും എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊരു ഒരു വിശ്വാസമായിരുന്നു, എന്തായാലും ആള് കംപ്ലീറ്റ് ചെയ്യും എന്നൊരു ഉറപ്പുണ്ടായിരുന്നു നമുക്ക്. അപ്പൊ ആദ്യം വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ റിക്സൺ. അപ്പൊ നമുക്ക് ആരോഗ്യ പ്രശ്നമുള്ളവർക്കും ജിമ്മിൽ പോകാമെന്നാണ്. ഇപ്പൊ ശ്വാസം മുട്ടലൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞ ശ്വാസത്തിന് പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സംശയം തോന്നും. അങ്ങനെയുള്ളവർക്ക് വെയിറ്റ് ലിഫ്റ്റ് പറ്റുമോ, അല്ലെങ്കിൽ ബാക്കിയുള്ള നമ്മളെ കാർഡിയോ ഒക്കെ പറ്റുമോ എന്നൊക്കെയുള്ള ചിന്തകൾ നമുക്ക് വരാറുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, നമ്മളിപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ കാലഘട്ടങ്ങളും മുഴുവൻ നമുക്ക് ഹെൽത്തിന് ഇത്തിരി ഫിറ്റ്നസിന് ഇത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡിൻ്റെ ആയാലും അങ്ങനെ കുറേ ഇഷ്യൂസും പിന്നെ അസുഖങ്ങൾ കുറേ അധികം. ലേഡീസിൻ്റെ PCOD ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് തന്നെ ഏറ്റവും ഇഷ്യൂ വരുന്നത്. അത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അവർക്ക് കറക്റ്റാക്കി കൊടുക്കാൻ പറ്റാറുണ്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പോഴത്തെ ഭക്ഷണ രീതി കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതുപോലെ ശ്വാസം മുട്ടൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന്, അവരുടെ അടുത്ത് മാറാൻ പാടില്ല ഒന്ന്. കുറച്ച് ദിവസങ്ങളൊക്കെ അവരുടെ കൂടെ നിന്ന് അവർക്ക് ചില വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ ചില ബുദ്ധിമുട്ടുണ്ടാവും. ആ വർക്കൗട്ടൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് വേണം നമുക്ക് ചെയ്യിപ്പിക്കാനായിട്ട്. കാർഡിയോ ചെയ്യിപ്പിക്കുമ്പോൾ റണ്ണിങ്ങോ അങ്ങനത്തെ ഒന്നും കൊടുക്കാൻ പാടില്ല. വാക്കിംഗ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊടുക്കാം. അവർക്ക് ഫാറ്റ് ലോസും വരുത്താൻ ഒരു ഉദാഹരണമാണ് ഷാരി. ശ്വാസം മുട്ടുള്ള ആളെ കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യിപ്പിച്ച് സെറ്റാക്കിയത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യുന്നൊന്നും കുഴപ്പമില്ല. നമുക്കത് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നുള്ളൂ, എല്ലാ കാര്യങ്ങളും മാറ്റാവുന്നുള്ളൂ. തീർച്ചയായിട്ടും ഷാരിക, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ. പിന്നെ ഭർത്താവിൻ്റെ വലിയ സപ്പോർട്ടുണ്ട് എന്നൊക്കെ അറിയാം. എങ്ങനെയാണ് ഇപ്പോൾ ഈ ലെവലിൽ എത്തി നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ എനിക്ക് ഈ ഒരു രംഗത്ത് തന്നെ വരണം എന്ന് ഉറപ്പിച്ചിറങ്ങിയ ഒരാളാണ് അല്ലേ? ഇപ്പോൾ ഇങ്ങനെ ഓരോരോ നേട്ടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. എന്താണ് തോന്നുന്നൊരു കാര്യം? ഇല്ല, നേട്ടങ്ങള് ഞാൻ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു ലൈവ് പരേഡ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാവരും ക്ഷമിക്കണം. എനിക്ക് ചെറുപ്പം തൊട്ട് സ്പോർട്സിനോടൊക്കെ ഇത്തിരി താല്പര്യമുണ്ട്. അപ്പോൾ ബോഡി ബിൽഡിങ്ങിലേക്ക് വരുന്നത് ഹസ്ബൻഡിന് ഭയങ്കര താല്പര്യമാണ്. ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത് ആളുടെ ഒരു ഡ്രീമായിരുന്നു ഇതിലേക്ക് എത്തിപ്പെടണം എന്നുള്ളത്. പക്ഷെ ആൾക്കത് സാധിച്ചില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ അതിനോട് എനിക്കൊരു താല്പര്യം തോന്നി. ഞാനത് ആളോട് എൻ്റെ താല്പര്യം ഇങ്ങനെയാണ് ഏട്ടാ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ആളപ്പോൾ ആൾക്കത് താല്പര്യമായി. ഞാൻ അങ്ങോട്ട് കയറി ചോദിച്ചപ്പോൾ ആൾക്കത് ഭയങ്കര ഇഷ്ടമായി. ആളായിട്ട് തന്നെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചേർത്താണ് ചെയ്തത്. അപ്പോൾ ചേരുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തെങ്കിലും നേടണം എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞാൻ വന്ന് ചേർന്നതൊക്കെ. ഇപ്പോൾ ഇവിടെ വരെ എത്തി. അതിന് ഏട്ടനോടാണ് ആദ്യം എൻ്റെ നന്ദി പറയണേ. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ എത്തിയപ്പോൾ റിക്സ് ചേട്ടൻ എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ വേറൊരു ജിമ്മിലേക്ക് മുന്നേ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഭയങ്കര നെഗറ്റീവാണ്. എന്തിനാണ് ഇങ്ങനെ ബോഡി ബിൽഡിങ് ചെയ്യേണ്ട ആവശ്യം എന്താ, ഇപ്പോൾ ട്രെയിനർ ആവാനാണെങ്കിൽ അതിൻ്റെതായ കോഴ്സ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ കേൾക്കാം, എനിക്ക് കേൾക്കാം. പറഞ്ഞോളൂ ഷാരിക, പറഞ്ഞോളൂ, കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞോളൂ, കേൾക്കാം.
ശാരിക കേൾക്കാമോ? ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടോ? റിക്സൺ, ഞാൻ ശാരികയിലേക്ക് വരാം. ശാരികയുടെ കോള് കട്ടായും തോന്നുന്നു. വന്നപ്പോ ചേട്ടനോട് ഞാൻ ഇത് പറഞ്ഞപ്പോ പറഞ്ഞോളൂ. ഭയങ്കര പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. ഭയങ്കര പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ അതന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇവിടെ വന്നപ്പോൾ ഈ ചേട്ടൻ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത്. പിന്നെ ഞാൻ തീരുമാനിച്ചു ഇനി പിന്നോട്ടേക്ക് ഇല്ല എന്നുള്ളത് തീരുമാനിച്ചിട്ടാണ് ഞാൻ പിന്നെ വർക്കൗട്ടും കാര്യങ്ങളും തുടങ്ങിയത്. ആദ്യം വന്ന സമയത്ത് അപ്പൊ വെയിറ്റ് കുറയ്ക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നോ വിചാരിച്ചിരുന്നത്? അതോ അല്ലെങ്കിൽ എനിക്ക് ബോഡി ബിൽഡർ എന്നുള്ളൊരു സാധനത്തിലേക്ക് തന്നെയായിരുന്നോ ആദ്യത്തെ ലക്ഷ്യം? തന്നെ അങ്ങനെ തന്നെയായിരുന്നോ? എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു തുടക്കത്തിൽ? ഇപ്പൊ എത്ര വെയിറ്റിലെത്തി നിൽക്കുന്നു? ഞാൻ ബോഡി ബിൽഡിംഗ് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ജിമ്മിലേക്ക് വന്നിട്ടുള്ളത്. ബോഡി വെയിറ്റ് കുറയ്ക്കുക, ഫിറ്റാക്കുക എന്നുള്ളതല്ല. ഞാൻ ഇവിടെ വന്ന് ഇവിടെ റിക്സ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞത് തന്നെ എനിക്ക് ബോഡി ബിൽഡിങ് ചെയ്യണം, എന്തെങ്കിലും എനിക്ക് എത്തിപ്പെടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഇവിടെ വന്ന് ചേരുമ്പോൾ തന്നെ പറഞ്ഞിട്ട്. അന്ന് തന്നെ ഞാൻ ജോയിൻ ചെയ്തിരുന്നു. ഞാൻ ചേരുമ്പോൾ ഞാൻ 60 കിലോ ഉണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ എൻ്റെ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ വെയിറ്റ് കുറഞ്ഞത്. ഇപ്പോൾ ഒരു 50 കിലോ ഒക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ വെയിറ്റ് കുറച്ച് നിൽക്കുന്നത്. ശരി ശാരിക, ഒപ്പം നമ്മൾ ഇപ്പോൾ ഉള്ള സ്ത്രീകളടക്കമുള്ള ആളുകളുടെ ഒരു വലിയ പ്രശ്നമാണ് വയറ് ചാടുക എന്ന് പറയുന്നത്, അല്ലേ? ചിലർ വണ്ണം വളരെ കുറവായിരിക്കും, പക്ഷെ ഈ ഇരുന്നുള്ള ജോലി ചെയ്യലും ആ കാര്യങ്ങളൊക്കെ ആയിട്ട് വയറ് കുറയ്ക്കണം എന്ന് പറഞ്ഞ് ജിമ്മിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, അല്ലേ? അപ്പൊ അവരോട് എന്താണ് പറയാനുള്ളത്? ഈ വയറ് മാത്രമായിട്ട് കുറയ്ക്കാൻ പറ്റുമോ നമുക്ക്? ഞാനിവിടെ ആദ്യം വർക്കൗട്ട് തുടങ്ങിയപ്പോൾ എനിക്കതൊരു സംശയമായിരുന്നു, വയറ് മാത്രം കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ എനിക്ക് മനസ്സിലായി വയറ് മാത്രം കുറയ്ക്കണേ, നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ വയറ് കുറയില്ല. നമ്മൾ ഫുഡിൽ അത് ഭയങ്കരമായിട്ട് ഡയറ്റും കാര്യങ്ങളും നമ്മൾ നോക്കിയാൽ തന്നെയാണ് വയറിന് മാറ്റം വരുള്ളൂ. അപ്പം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഡയറ്റിനാണ്. നമ്മൾ അത് ഇവിടെ വർക്കൗട്ട് ചെയ്ത് നമ്മൾ പോയി നല്ലപോലെ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ വയറ് ഒരിക്കലും കുറയില്ല. അപ്പോൾ ഡയറ്റാണ് മുൻഗണന കൊടുക്കേണ്ടത്. ഭക്ഷണം നല്ലപോലെ ക്രമീകരിച്ചാൽ മാത്രമേ നമുക്ക് വയറിന് മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു സംശയവും കൂടി വരുമല്ലോ, അല്ലേ? ഏത് രീതിയിലാണ് അപ്പോൾ ശാരീരിക ഭക്ഷണം കഴിക്കുന്നത്? ഇപ്പൊ എങ്ങനെയാ അത് ക്രമീകരിച്ചിരിക്കുന്നത്? ഡയറ്റിന്റെ കാര്യങ്ങളൊന്ന് വിശദമായിട്ട് പറയൂ ആളുകളോട്. ഞാൻ ബോഡി ബിൽഡിങ് എന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ ഡയറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. അപ്പോൾ വയറ് മാത്രം കുറയ്ക്കാന്ന് പറയുമ്പോൾ അതിൽ പഞ്ചസാര നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. പിന്നെ റൈസിൻ്റെ അളവ് കുറയ്ക്കണം, അത് ഒരു നേരമാക്കുക. വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, പിന്നെ ഓട്സ്, ചപ്പാത്തി, അങ്ങനെ വയറിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അങ്ങനെ. ഇപ്പോൾ ബോഡി ബിൽഡിങ്, ഞാൻ ബോഡി ബിൽഡിങ്ങിനായ കാരണം എനിക്ക് കൂടുതൽ പ്രോട്ടീനും ആണ് അളവ് കൂടുതൽ വേണ്ടത്. അപ്പം ഞാൻ ചിക്കൻ, എഗ്ഗ്, ചപ്പാത്തിയൊക്കെയാണ് ആദ്യകാലങ്ങളിലൊക്കെ കഴിച്ചിരുന്നത്. പിന്നെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ചപ്പാത്തിയുടെ അളവ് കുറച്ചു, ചിക്കൻ്റെയും മുട്ടയുടെയും അളവ് കൂട്ടി, വെജിറ്റബിൾസ് കഴിക്കുക. അങ്ങനെയാണ് എൻ്റെ ഡയറ്റ് പോയിരുന്നത്. ഇത് ഹെഡ്സെറ്റ് ഒരു കൈ കൊണ്ട് പിടിച്ചാണ് സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ഹെഡ്സെറ്റ് ഇട്ടോളൂ, നേരെ ശാരീരിക്ക് പറ്റുന്ന പോലെ സൗകര്യാർത്ഥത ഇട്ടോളൂ, എന്നിട്ട് ഞാൻ സംസാരിക്കാം. ശാരികയാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശാരിക ജിമ്മിൽ നിന്ന് തന്നെ ജിമ്മിൽ നിന്ന് തന്നെ ചേരുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ശാരിക പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളിപ്പം പ്രേക്ഷകരോട് സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് തന്നെയായിരുന്നു. വയറ് കുറയ്ക്കൽ എല്ലാവർക്കും ഒരു പ്രശ്നമായിട്ട് വരികയാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഇരുന്നൊക്കെ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ. അപ്പം വയറ് മാത്രമായിട്ട് കുറയ്ക്കണമെങ്കിൽ തന്നെയും അതിന് വർക്കൗട്ട് മാത്രം പോരാന്നാണ് ശാരിക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശാരിക, ഈ ചോറ് ഭക്ഷണത്തിൽ ചോറ് പൂർണ്ണമായിട്ട് കട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്, അല്ലേ? അതിനിപ്പോ ബോഡി ബിൽഡിംഗ് അല്ല എങ്കിൽ പോലും ചോറ് പൂർണ്ണമായിട്ടും കഴിക്കാതിരുന്നാൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല? ഒരു നേരം നമ്മൾ ചോറ് കഴിക്കാം, ഉച്ചയ്ക്ക് മാത്രം ഒരു അളവ് കുറവിൽ ചോറ് കഴിക്കാം. കാർബ്സ് കയറുന്നത് നല്ലതാണ്. നമ്മൾ ബോഡി ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മളധികം കാർബ്സ് കയറ്റരുത്. നമ്മൾ കട്ടിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാവും, ഫാറ്റ് കയറിപ്പോകും. ശാരികയുടെ ഈ പോസിംഗ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ മത്സരത്തിന് പോയപ്പോൾ ഉള്ള കാര്യങ്ങളൊന്ന് പറയാമോ? ഇപ്പോൾ തൃശ്ശൂരിൽ പോയി അത് മത്സരിച്ചപ്പോൾ എങ്ങനെയാണ് തോന്നിയത്? ഓരോ
വിശേഷണങ്ങൾ ഓരോ ഇതിലേക്കും എത്തിച്ചേർന്നപ്പോൾ ആ സ്റ്റേജുകളൊക്കെ എങ്ങനെയായിരുന്നു? ആദ്യത്തെ സ്റ്റേജ് ഒന്ന് ഓർത്താൽ, ഇപ്പം എനിക്കൊന്ന് ബോഡി ബിൽഡിങ്ങിലേക്ക് എത്തിയിട്ട് ഒരു വർഷത്തിനകം തന്നെ 2 പുരസ്കാരങ്ങൾ, 2 നേട്ടങ്ങളാണ് കിട്ടിയത്. അപ്പോൾ ആദ്യത്തെ ആ സ്റ്റേജ് ഓർക്കുമ്പോൾ എങ്ങനെയാണ്, എന്താണ് പറയാനുള്ളത്? ഭയങ്കര കോമ്പറ്റീഷൻ, ഭയങ്കര കടുപ്പമായിരുന്നോ? ഞാൻ കാപ്പ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ്റെ മിസ്റ്റർ തൃശ്ശൂരും പിന്നെ കേരളയാണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ തൃശ്ശൂർ നമ്മൾ ചാമ്പ്യനായിരുന്നു. അവിടെ പോയപ്പോൾ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് എൻ്റെ. ഞാൻ ആദ്യമായിട്ടാണ് മത്സരത്തിന്, ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല ഇങ്ങനെ ബോഡി ബിൽഡിംഗ് മത്സരങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ അതന്നെ എനിക്ക് ആദ്യത്തെ അനുഭവമാണ്. അവിടെ പോയി ആളുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ടെൻഷനായി. ഇത്രയും വലിയ പരിപാടിയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോണേന്നുള്ളത് തന്നെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ നമ്മൾ അറ്റൻഡ് ചെയ്തു. അത്ര കടുപ്പമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. തൃശ്ശൂർ കുഴപ്പമുണ്ടായിരുന്നില്ല. അറ്റൻഡ് ചെയ്തു, നമ്മൾ പ്രൈസ് അടിച്ചു. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ആദ്യത്തെ അവസരത്തിൽ തന്നെ പ്രൈസ് അടിക്കാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ നമ്മൾ ഈ ബോഡി ബിൽഡിങ്ങിലേക്ക് ഒരു സ്ത്രീ പോകുന്നു എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് പൂർണ്ണമായിട്ടുള്ള പിന്തുണയുണ്ട്, അദ്ദേഹത്തിന് ഇഷ്ടമാണ്. ഞാൻ ശാരികയുടെ ഒരു വീഡിയോയുടെ താഴെ സോഷ്യൽ മീഡിയയിൽ വന്ന കമൻസ് വായിക്കുമ്പോൾ കണ്ടൊരു രസകരമായ 1-2 കമൻറ്റുകൾ, ഇതുപോലെയുള്ള പെൺകുട്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് 2-3 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ബോഡി ബിൽഡിംഗ് രംഗത്തൊക്കെ ഇഷ്ടമുള്ള, ജിമ്മിൽ പോകാൻ ഇഷ്ടമുള്ളവരെയാണ് താല്പര്യം എന്നൊക്കെ. അപ്പോൾ ആൺകുട്ടികളുടെ തന്നെ മനസ്സിനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് ജിമ്മിൽ പോകുന്ന പെൺകുട്ടികളെ വലിയ താല്പര്യമില്ലായിരുന്നു, മസ്കുലാർ ബോഡിയിലേക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഒരു രീതി മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ ശാരികയ്ക്കും? മാറ്റം വന്നോന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഇത് 2025 പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോഴും പണ്ടത്തെ ചിന്താഗതിയുള്ള ആൾക്കാർ തന്നെയാണ് ഇപ്പോഴും. 1-2 കമന്റ് നല്ല രീതിയിൽ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എങ്കിൽ കൂടി നമുക്ക് കൂടുതൽ നമ്മൾ കേൾക്കുന്നത് നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ പരിചയക്കാരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നമ്മൾ ആദ്യം ഇതിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ എന്നെ പറയുന്നതിനേക്കാളും കൂടുതൽ എൻ്റെ ഹസ്ബൻഡിനെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പരിപാടിക്ക് അവളെ വിടണേ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. അതും നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാർ ചോദിക്കുമ്പോൾ നമുക്കത് വിഷമമാണ്. ഇപ്പോഴും ഈ പ്രായത്തിലുള്ളവരും അങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. എന്നാലും നല്ലത് പറയുന്ന ആൾക്കാരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എന്നിട്ട് നമ്മളിപ്പോ ഈ ഇവന്റ് അടിച്ചു, പ്രൈസ് അടിച്ചു എന്ന് കണ്ടപ്പോൾ ഇതേ ആൾക്കാരെന്നെ വന്ന് നമ്മുടെ അടുത്ത് നന്നായി, നല്ല കുട്ടിയാണ്, പെൺപുലിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹസ്ബൻഡിന്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇവര് തിരിച്ച് ചിന്തിച്ചുല്ലോ എന്നുള്ളൊരു സന്തോഷം തോന്നി. അവരുടെയൊക്കെ പ്രശ്നം എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പോകുമ്പോൾ നിങ്ങളെ മാത്രമല്ല വിടുന്ന ഭർത്താവിനെയും പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ അവരുടെയൊക്കെ പ്രശ്നം എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നമ്മുടെ കോമ്പറ്റീഷൻ ഇറങ്ങുമ്പോൾ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആണോ? അതായിരിക്കാം എന്ന് തോന്നുന്നു. പിന്നെ സ്ത്രീകളെ എപ്പോഴും നമ്മൾ വീട്ടിൽ ഒതുങ്ങി നിൽക്കണം, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കിയിരിക്കണം എന്നാണല്ലോ പൊതുവെ ചിന്ത. അപ്പൊ അതായിരിക്കും മിക്കതും അവരുടെയൊക്കെ പ്രശ്നം എന്ന് ഞാൻ വിചാരിക്കുന്നു. ശാരിക, വർക്കൗട്ട് എത്ര നേരമാണ് ഇപ്പൊ കോമ്പറ്റീഷൻ സമയത്ത് ഞാൻ ചോദിക്കുന്നില്ല, കോമ്പറ്റീഷൻ സമയത്ത് നിങ്ങൾ കൂടുതൽ സമയം എടുക്കുമായിരിക്കും. നോർമൽ ഡേയ്സിൽ വർക്കൗട്ട് അത് എത്ര സമയമാണ് ചെയ്യുന്നത്? ഞാൻ വർക്കൗട്ട് ഞാൻ പറഞ്ഞിരുന്നു, ഞാനിവിടെ ട്രെയിനറായിട്ട് നിൽക്കുന്നുണ്ട് റിക്സ് ചേട്ടനെ സഹായിക്കാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ കാലത്ത് ഞാനൊരു 6 മണിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 9:30 ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യും. അതുപോലെ വൈകിട്ട് ഞാൻ വരും, 4 മണിക്ക് വരും. അതേപോലെ തന്നെ ഒരു 9:30 ആകുമ്പോൾ പോവും. അപ്പോൾ തിരക്ക് വീഴുന്നതിനനുസരിച്ച് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വർക്കൗട്ട് ചെയ്യും. ഈ ട്രെയിനറും പിന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നവരും തമ്മിൽ എപ്പോഴും ഒരു ബഹളം, അടി, വഴക്കൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അല്ലേ? അവര് ഈ ഒന്നുകൂടി ചെയ്യുക അല്ലെങ്കിൽ 5 നമ്പർ കൂടി ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ഉള്ള ബഹളങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, തർക്കങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ഭയങ്കര പാടാണ്. അപ്പോൾ ഇപ്പോൾ ആ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളെന്ന ഇതിൽ നിന്ന് ഒരു ആശാനായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം എങ്ങനെ ഫീൽ ചെയ്യുന്നത്? ഇവിടെ അങ്ങനെ തർക്കങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്, ഒരു ഫാമിലി പോലെയാണ് ഇവിടുത്തെ ക്ലയൻസ് ഒക്കെ. എല്ലാവരും എന്നെ ചേച്ചി ചേച്ചി എന്ന് വിളിച്ചിട്ടാണ്, എന്നെ ഒരു ചേച്ചിയായിട്ട് തന്നെയാണ് ചെറുപ്പക്കാരൊക്കെ കാണുന്നത്. ബാക്കി പ്രായമുള്ളവരൊക്കെ അവരുടെ മോള്, അനിയത്തി എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തർക്കങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ പറയണതൊക്കെ അവര് അതേപോലെ ചെയ്യും.
പിന്നെ എനിക്ക് സന്തോഷമാണ് ഇങ്ങനെ നമ്മൾ വർക്കൗട്ട് പറഞ്ഞു കൊടുത്ത ഒരാൾ ചേച്ചി വെയിറ്റ് കുറഞ്ഞു അല്ലെങ്കിൽ നല്ല മാറ്റം വന്നു, അവരുടെ കൂടെ വർക്ക് ചെയ്യണവർ പറഞ്ഞു തടി കുറഞ്ഞു എന്നൊക്കെ വന്ന് നമ്മുടെ അടുത്ത് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതൊരു പ്രത്യേക ഫീലാണ് അത്. ശാരിക, അങ്ങനെ കൂടുതൽ ആളുകൾ വരുന്നുണ്ടോ ജിമ്മിലേക്ക്? പ്രത്യേകിച്ച് ആൺകുട്ടികൾ വരും, സ്വാഭാവികമാണ്. പെൺകുട്ടികൾ അതുപോലെ പ്രായമുള്ള സ്ത്രീകളൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ടോ ജിമ്മിലേക്ക്? അവരുടെ മനോഭാവത്തിനും മാറ്റമുണ്ട്. നിങ്ങളുടെ റിക്സൺ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇനി ജിമ്മിലൊക്കെ പോയാലേ പറ്റുള്ളൂ, കാരണം നമ്മളിപ്പോൾ ഇരുന്നുള്ള ജോലിയെ നമുക്കുള്ളൂ, അതുകൊണ്ട് ജിമ്മിലൊക്കെ പോയാലേ പറ്റുള്ളൂ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ നേരത്തെ താങ്കളുടെ പരിശീലകൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണോ? എങ്ങനെയുണ്ട് അവിടെ ജിമ്മിലേക്ക് വരുന്ന ഏത് പ്രായക്കാരൊക്കെയാണ് കൂടുതലും വരുന്നത്? ഞാൻ ജോയിൻ ചെയ്ത സമയത്തെക്കാളും ഇപ്പോൾ ലേഡീസ് ഇപ്പോൾ കൂടുതൽ വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ. ഇപ്പോൾ അവർ വണ്ണം കുറയ്ക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നല്ല, അവർ ഫിറ്റായിട്ടുള്ള ആൾക്കാർ തന്നെയാവും. അവർക്ക് ഒന്നും കൂടി ബോഡി സെറ്റ് എന്താ പറയുക ഫിറ്റായിരിക്കണം, അതാണ് അവരുടെ ആവശ്യം. ഇപ്പോൾ ചേച്ചിമാരൊക്കെ വരുന്നവരുടെ ആവശ്യം അതാണ്. അപ്പോൾ എല്ലാവരും മാറി ചിന്തിച്ച് തുടങ്ങി. ഇപ്പോൾ തടിയുള്ളവർ മാത്രമേ ജിമ്മിൽ വരുന്നു എന്നുള്ള രീതിയൊക്കെ മാറി തുടങ്ങി. പിന്നെ പ്രായമുള്ളവരും ചെറുപ്പക്കാരും കുട്ടികളൊക്കെ വരുന്നുണ്ട് ഇവിടെ. ഇപ്പൊ നമ്മള് പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് വിന്നർ ആയതിനു ശേഷം ഹസ്ബൻഡിന് ആ മെഡൽ ഊരിട്ട് കൊടുക്കുന്ന വിഷ്വലാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു മൊമെന്റിൽ എന്തായിരുന്നു മനസ്സിൽ? ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഹസ്ബൻഡാണെന്ന് പറഞ്ഞെങ്കിലും വേറെ ആരൊക്കെയായിരുന്നു വീട്ടിൽ നിന്ന് പിന്തുണ നൽകിയത്? വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ ഞാനും ഹസ്ബൻഡും മോളും മാത്രമേ ഉള്ളൂ ഇപ്പൊ വീട്ടില്. അപ്പൊ ഞങ്ങള് വാടകയ്ക്കാണ് ഇപ്പൊ താമസിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഭയങ്കര മോശമാണ്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാന്ന് പറയുമ്പോ ഇരട്ടി ചെലവാണ് ഞങ്ങക്ക്. അപ്പോ ആളിപ്പോ കൂലിപ്പണിക്കാണ് പോണത്. എനിക്ക് നാണക്കേട്, ആൾക്ക് ഭയങ്കര നാണക്കേടാണ് അത് പറയാനായിട്ട്. പക്ഷെ എനിക്ക് ഭയങ്കര അഭിമാനമാണ്. എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആൾ ഇത്രയും കഷ്ടപ്പെടുന്നതെന്ന് പറയുമ്പോൾ അതെനിക്ക് ഭയങ്കര അഭിമാനമാണ്. അതിന് മാത്രം ചെലവുണ്ട്. അപ്പോൾ ഒരു ദിവസം നമുക്ക് നല്ല ചെലവുണ്ട്. അപ്പോൾ ആള് പണിക്കൊക്കെ പോയിട്ടാണ് നമ്മളെ നോക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കോമ്പറ്റീഷന് പോകുന്ന മുന്നേ ആളെൻ്റെ അടുത്ത് പറഞ്ഞു, നീ ടെൻഷൻ ആവേണ്ട, പ്രൈസ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് നീ സ്റ്റേജിൽ കയറി കണ്ടാൽ മതി. അതന്നെ എനിക്ക് ഭയങ്കര, ഞാൻ വിജയിച്ച പോലെയാണെന്നാണ് ആൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ പ്രൈസ് അടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആൾക്കത് അത്രയും ഹാപ്പി ആയിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. മെഡൽ കിട്ടിയപ്പോൾ ഞാൻ അത് ആൾക്ക് അർഹതപ്പെട്ടതാണ്. അതെ അതെ, യദു അങ്ങനെ നിന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരാളെ കിട്ടിയത് അല്ലെ, ഇപ്പൊ നമ്മളിങ്ങനെ സംസാരിക്കുന്നതും. ശാരികയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബോസ് അല്ലെങ്കിൽ ശാരികയുടെ ബോഡി പാർട്ട് ഏതാണ് ഇഷ്ടമുള്ള? വർക്കൗട്ട് ഏതാണ് ഇഷ്ടമുള്ള? എനിക്ക് ബോഡി പാർട്ട് ചോദിച്ചാൽ ഞാൻ ബൈസെപ്സാ പറയാം. കാരണം നമ്മള് ഇപ്പൊ ഒരു എന്താ പറയാ, നിങ്ങൾ ജിമ്മിൽ പോണ ആളാണോ അല്ലെങ്കിൽ ഒരു മസിൽമാൻ ആണോ എന്നൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നോക്കി നമ്മുടെ കയ്യമ്മയ്ക്കാണ്. ഒന്ന് പിടിച്ചേന്നൊക്കെ പറഞ്ഞ് കുട്ടികളൊക്കെ വന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കാണിക്കുക കൈയാണ്. അതുകൊണ്ട് എനിക്ക് ബൈസെപ്സ് ആണ് കൂടുതൽ ഇഷ്ടം. കാരണം ബാക്കിയുള്ള ഭാഗം നമ്മൾ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ഇട്ട് കാണില്ലല്ലോ. കയ്യമ്മയ്ക്ക് ആദ്യം നോക്കുക ജിമ്മാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ചേട്ടന്മാരെ, ഞാൻ ചെറുപ്പത്തിലൊക്കെ ചേട്ടന്മാരനൊക്കെ കയ്യമ്മയ്ക്കാ നോക്കുക ജിമ്മനാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ബൈസെപ്സ് ആണ് ഇഷ്ടം. ഡ്രീം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും ശാരിക? ഇനി എനിക്ക് ഇത്തിരി കൂടി നല്ല രീതിയിൽ അടുത്ത പ്രാവശ്യം തൃശ്ശൂരും കേരളമൊക്കെ ഇറങ്ങണം എന്നുണ്ട്. അത് കഴിഞ്ഞ് നാഷണൽ പോകണമെന്നുണ്ട്. ഇപ്പോൾ കുറച്ച് സമയം എടുത്ത് നല്ല രീതിയിൽ ബോഡി സെറ്റാക്കിയിട്ട് നാഷണൽ പോകണമെന്നുണ്ട്. പിന്നെ ഇതെൻ്റെ പ്രൊഫഷനാക്കണം എന്നാണ് ഇപ്പോൾ എൻ്റെ അല്ല ഞങ്ങളുടെ ഒക്കെ ഒരു ആഗ്രഹം. തീർച്ചയായിട്ടും അതിന് സാധിക്കട്ടെ. ശാരികയ്ക്കും യദുവിനും റിക്സണും ഒപ്പം നിങ്ങളുടെ ജിമ്മിലുള്ള എല്ലാവരോടും അന്വേഷണം പറയുക. നന്നായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഗംഭീര പെർഫോമൻസിൽ എല്ലാ സ്റ്റേജിലും തിളങ്ങാൻ കഴിയട്ടെ. ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് വളരെയധികം നന്ദി. മാറിയ ജീവിതശൈലി പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ അമിത ഉപയോഗവും ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുന്നുണ്ട് എന്നാണ് കണ്ടെത്തലുകൾ. ചില ലിപ്സ്റ്റിക്കുകൾ ക്യാൻസറിന് കാരണമാകുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. എന്താണ് ഇതിലെ വാസ്തവം? ലിപ്സ്റ്റിക് എങ്ങനെ അപകടകരമാകും? ചർമ്മരോഗ വിദഗ്ധയായ ഡോക്ടർ നിത്തു ബി ജോൺസ് പറയുന്നത് കേൾക്കാം.
ഇന്നത്തെ കാലത്ത് മേക്കപ്പിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് പാർട്ട് തന്നെയാണ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. പക്ഷെ ഇത് വാങ്ങിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഈ ലിപ്സ്റ്റിക് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്സ് അല്ലെങ്കിൽ കുറെ നേരം ഈ ചുണ്ടുമായിട്ട് പറ്റിയിരിക്കാൻ വേണ്ടി അതിൽ യൂസ് ചെയ്യുന്ന ചില വസ്തുക്കൾ നമ്മുടെ സ്കിന്നിന് അല്ലെങ്കിൽ നമ്മുടെ ലിപ്സിന് ചിലപ്പോൾ പറ്റാതെ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്സിനകത്ത് സാധാരണ അവര് കുറെ നേരം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യുന്ന ചില സാധനങ്ങൾ കാരണമുള്ള റിയാക്ഷൻസ് കാരണം ചുണ്ട് തടിച്ചു വരിക, അല്ലെങ്കിൽ കുറെ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ലിപ്സിന്റെ കളർ വ്യത്യാസം വരിക, അല്ലെങ്കിൽ ഈ ചുണ്ടിൽ നിന്ന് സ്കിന്ന് തന്നെ പീൽ ഔട്ട് ചെയ്ത് വരിക, സ്കിൻ ഒത്തിരി ഡ്രൈ ആവുക, ലിപ്സ് ഒത്തിരി ഡ്രൈ ആവുക, ഇങ്ങനത്തെ ചില റിയാക്ഷൻസ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഇതാണ്. പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് ഇതിൽ ആഡ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ചിലതരം ഈ പാരബെൻസ്, താലേറ്റ്സ് എന്ന് പറയുന്ന ചില കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് അഡിറ്റീവ്സ് ആയിട്ട് അവർ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുള്ള ലിപ്സ്റ്റിക്സ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. കാരണം ഇത് നമ്മുടെ എൻഡോക്രൈൻ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കാനും, എൻഡോക്രൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോർമോൺസിന്റെ കുറച്ച് ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കാനും അത് കാരണം പ്രത്യേക ചേഞ്ചുകൾ നമ്മുടെ ബോഡിയിൽ വരാനും, ഇത് കുറച്ച് ദിവസം ഉപയോഗിക്കുമ്പോൾ വരുന്ന കാര്യങ്ങളല്ല, കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹോർമോണൽ ഡിസ്ട്രപ്ഷൻ കാരണം അത് കാരണം വേരിയസ് ഹോർമോണൽ ഇംബാലൻസസ് ബോഡിയിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതല്ലാതെ തന്നെ ഹെവി മെറ്റൽസ് ഉള്ള ലിപ്സ്റ്റിക്സ് ആണെങ്കിൽ, മെർക്കുറി അല്ലെങ്കിൽ ഈ കാഡ്മിയം അങ്ങനത്തെ കാര്യങ്ങൾ ഉള്ള ലിപ്സ്റ്റിക് ആണെങ്കിൽ അത് കാരണം നമ്മുടെ ഹെവി മെറ്റൽസ് കാരണം കിഡ്നി ഫെയിലിയർ, അതും ഇതെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നവർക്കാണ് കൂടുതൽ അനുഭവപ്പെടുക. മാത്രമല്ല നമ്മുടെ ലിപ്സിൽ നിന്ന് അത് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ വയറ്റിനകത്ത് പോകുവാനും അത് കാരണം നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബ് ആവാനുള്ള റിസ്ക് വളരെ കൂടുതലാണല്ലോ. അപ്പൊ അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങനെ ഒരു ഇത് വരുമ്പോൾ ഒരു ഇൻടേക്ക് നമ്മുടെ ഇതിൽ നിന്ന് വരുമ്പോഴത്തേക്കുമാണ് ഇങ്ങനത്തെ റിയാക്ഷൻസ് വളരെ കൂടുതലായിട്ട് വരുന്നത്. കിഡ്നി ഫെയിലിയർ വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ലെഡ് എന്ന് പറയുന്ന ഒരു ഘടകം ലിപ്സ്റ്റിക്കിൽ ഉണ്ടെങ്കിൽ ന്യൂറോളജിക്കൽ അല്ലെങ്കിൽ ബ്രെയിനിന് തന്നെ ഡാമേജ് വരുന്ന ഒരു കണ്ടീഷൻ കാണാറുണ്ട്. സിവിയർ കേസസിൽ എപ്പിലെപ്സി അങ്ങനത്തെ കണ്ടീഷൻസ് വരെ വരാം. ഇത് ഓർമ്മക്കുറവ് അങ്ങനത്തെ കാര്യങ്ങളും കണ്ടുവരാറുണ്ട്. അതല്ലാതെ വേറെ കണ്ടുവരുന്ന കാര്യങ്ങള് ക്യാൻസർ കോസിങ് ഇൻഗ്രീഡിയൻസസ് വരെ ഇതിനകത്ത് കണ്ടുവരുന്നുണ്ട്. ഇപ്പോഴത്തെ ലിപ്സ്റ്റിക്കിനകത്ത് ബിസ്മത്ത് എന്ന് പറയുന്ന ചില കണ്ടന്റ്സ്, പിന്നെ ഈ കാഡ്മിയം, പിന്നെ ചിലതരം ഡൈസ്, അസോ ഡൈസ് എന്ന് പറയുന്ന ചില ഡൈസ് ആണ് ക്യാൻസർ കോസിങ് ആയിട്ടുള്ള ഡൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഡൈസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് എങ്കിൽ അത് കുറച്ച് നമ്മുടെ സ്കിന്ന് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുവാണ് എങ്കിൽ നമുക്കത് കുറച്ച് ഡേഞ്ചറസ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ലിപ്സ്റ്റിക് വാങ്ങിക്കുമ്പോൾ ചീപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഇത് എന്താ പറയാ, നമ്മൾ നോക്കി ലിസ്റ്റ് നോക്കി അതിനായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ നോക്കി ഇച്ചിരി ഒന്ന് അന്വേഷിച്ചിട്ട് തന്നെ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുക. കാരണം നമ്മൾ 1-2 ദിവസത്തേക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. സേഫ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് വാങ്ങുകയാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഘടകങ്ങൾ നോക്കി തന്നെ വാങ്ങിക്കുക. പിന്നെ അതിനകത്ത് വേറൊരു ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ചില കോമ്പൗണ്ട്സ്, പോളിഇഥിലീൻ ഗ്ലൈക്കോൾസ് എന്ന് പറയുന്ന പെട്രോളിയം ബേസ്ഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഇപ്പം ചില ലിപ്സ്റ്റിക്സിൽ കാണുന്നുണ്ട്. അത് ബ്രസ്റ്റ് ക്യാൻസർ അങ്ങനത്തെ ക്യാൻസേഴ്സ് വരെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നോക്കി വരികയാണെങ്കിൽ ആക്ച്വലി പലതരം റിയാക്ഷൻസും, ഇറിറ്റന്റ് റിയാക്ഷൻസ് അല്ലെങ്കിൽ അലർജിക് റിയാക്ഷൻസ്, ന്യൂറോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുത്താം. പിന്നെ ഇത് അകത്ത് പോകുന്നത് കാരണം ബോഡിയിൽ എൻഡോക്രൈൻ ഡിസ്ഫങ്ഷൻസ് വരുത്താം. ക്യാൻസർ അങ്ങനത്തെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരെ ഉണ്ടാവാം. പക്ഷെ എല്ലാം നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ പ്രശ്നം. പിന്നെ ഇത് അകത്തോട്ടേക്ക് പോകുന്നതോറും അതിന് കൂടുതൽ പ്രശ്നം തന്നെയാണ്. അപ്പൊ നമ്മൾ നോക്കി വാങ്ങിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് അറിയാവുന്ന പാരബെൻസ്, താലേറ്റ്സ് അങ്ങനത്തെ ഘടകങ്ങൾ ഇല്ലാത്തത് നോക്കി വാങ്ങിക്കുക. പിന്നെ ഈ ഹെവി മെറ്റൽസ്, ഈ ആർസനിക്, മെർക്കുറി, കാഡ്മിയം, പിന്നെ ലെഡ്, അലൂമിനിയം, മാംഗനീസ്, ക്രോമിയം ഇങ്ങനത്തെ കണ്ടന്റ്സ് ഇല്ലാത്ത ലിപ്സ്റ്റിക് വേണം വാങ്ങിക്കാനായിട്ട്. പിന്നെ ഈ അയൺ കൂടുതൽ കണ്ടന്റ് ഉള്ള ലിപ്സ്റ്റിക് ആണെങ്കിലാണ് ചുണ്ട് കറക്കാനുള്ള സാധ്യത കൂടുതൽ. അതും അയൺ നമ്മൾ കൂടുതൽ അപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് ഡാർക്കനിങ് വരും. അപ്പോൾ അത് കാരണമാണ് ചുണ്ടും കറുത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതും നമ്മൾ ശ്രദ്ധിച്ച് നോക്കി വാങ്ങിക്കാം. ഇതാണ് നമുക്ക് കോമൺലി അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത്. അതല്ലാതെ തന്നെ പലതരം ഘടകങ്ങളും ഉണ്ട്. പക്ഷെ എല്ലാം FDA അപ്രൂവ്ഡ് പ്രോഡക്ട്സ് ആണെങ്കിൽ വളരെ സേഫ് തന്നെയാണ്. പക്ഷെ ഇന്ത്യൻ മാർക്കറ്റിൽ യൂഷ്വലി നമ്മൾ കണ്ടുവരുന്നത് അൺസേഫ് ആയിട്ടുള്ള ചില കോമ്പൗണ്ട്സ് അടങ്ങിയ ലിപ്സ്റ്റിക്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഹയർ എൻഡും അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതും ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കിയും ലിപ്സ്റ്റിക്സ് പർച്ചേസ് ചെയ്യാം. താങ്ക് യു നീതു. അപ്പോൾ എല്ലാവരും ലിപ്സ്റ്റിക് വാങ്ങേണ്ടത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി കാണുമല്ലോ. News 3